ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഗൗണാണ്. താഴെ ഗാദറിങ്ങുള്ള, അതായത് ഫ്രിൽസ് വെച്ചിട്ടുള്ള ഒരു മാക്സി ഗൗൺ. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ. ഇത് ഒരു 3 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ലൈനിങ്ങും കൂടെ വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്ത് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കഴിയുന്നത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈനിങ്ങിലാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. 4 ആക്കി മടക്കിയിട്ടുള്ള തുണിയാണിത്. ഇതിന് നീളം ഞാൻ എടുത്തിരിക്കുന്നത് 36 ഇഞ്ചും വീതി 30 ഇഞ്ചുമാണ്. അത് കാരണം കൊണ്ട് 15 ഇഞ്ചിൽ 4 ആക്കി മടക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡറും നെക്കൊക്കെ അടയാളപ്പെടുത്താം. എനിക്ക് ഷോൾഡർ വരുന്നത് 15 ആണ്. അത് കാരണം കൊണ്ട് ഞാനൊരു 7.5 അടയാളപ്പെടുത്തുന്നത്. ആം ഹോൾ 7.5 തന്നെയാണ് വരുന്നത്. നെക്ക് 5 അടയാളപ്പെടുന്നത്. ഇവിടെ ഷോൾഡർ 3.5. ബാക്ക് നെക്ക് 3. ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ചെസ്റ്റ് ലൈനാണ് അടയാളപ്പെടുത്തേണ്ടത്. അത് ഇവിടെ അടയാളപ്പെടുത്താം. 9.5 എൻ്റെ ചെസ്റ്റ് ലൈൻ. എനിക്ക് ഫുൾ ബസ് 34 ആണ്. ഡിവൈഡ് ബൈ 4 + 1. അപ്പോൾ 34 4 ആക്കുമ്പോൾ 8.5, പിന്നെ ഒരു ഇഞ്ചും കൂടെ ചേർത്തിട്ട് 9.5. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഇനി വേസ്റ്റ് ലൈനാണ്. ഇവിടുന്ന് ഞാനൊരു 13 മാർക്ക് ചെയ്യണത്. ചിലർ 15 മാർക്ക് ചെയ്യും. എനിക്ക് 13 മതി. അതും ഇതുപോലെ തന്നെയാണ് മെഷർമെൻറ്റ്. 34 4 ആക്കിയിട്ട് ഞാൻ 1/2 ഇഞ്ചാണ് ചേർക്കുന്നത്. അപ്പോൾ എനിക്കൊരു 9 മാത്രമേ കിട്ടുള്ളൂ. ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇനി വേറെ മെഷർമെൻ്റ് ഒന്നും എടുക്കണില്ല. ഇനി താഴത്തേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇവിടേക്ക് 1.5 സീം അലവൻസ് ഉള്ളത്. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ സീം അലവൻസിൽ കൂടെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ സെയിം പാറ്റേൺ വെച്ചിട്ട് നമ്മുടെ ഈ മെയിൻ തുണി വെട്ടിയെടുക്കാം. തുണിയുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെട്ടാനുള്ളത് സ്ലീവ്സ് ആണ്. അത് കട്ട് ചെയ്യാം. തുണി ഞാൻ 4 ആക്കി മടക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് 15 ഇഞ്ച്, വീതി 9.5 എടുത്തിരിക്കുന്നത്. ആം ഹോളിൻ്റെ കൂടെ 1.5 ഇഞ്ച് ചേർത്തിട്ടാണ് എനിക്ക് 9.5 എന്നുള്ള അളവ് കിട്ടിയത്. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. താഴെ ഞാൻ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് താഴെയുടെ ഫ്രിൽ പാർട്ടാണ്. അത് നമ്മൾ ഈ ബാക്കിയുള്ള തുണിയിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഞാനൊരു താഴേക്ക് ഒരു 12 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. 12 ഇഞ്ചിൻ്റെ പീസസ് മാക്സിമം കട്ട് ചെയ്തെടുക്കുകയാണ് ഈ തുണിയിൽ. ഇതിന് പ്രത്യേകിച്ച് അളവില്ല. നമുക്ക് എത്രത്തോളം കിട്ടാവുന്ന അത്രത്തോളം പീസസ് കട്ട് ചെയ്തെടുക്കുക.
ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ ഷോൾഡേഴ്സാണ് ഞാൻ കൂട്ടി യോജിപ്പിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്കും ഫിനിഷ് ചെയ്യാം. ഇത് ഫ്രണ്ട് ഓപ്പൺ കുർത്തിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്തിട്ട് ഇങ്ങനെ നടു മടക്കിയതിന് ശേഷം നല്ല കറക്റ്റായിട്ട് മടക്കുക നടു. എന്നിട്ട് നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് ഒരു കട്ട് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇത് 1.5 ഇഞ്ച് വീതിയുള്ള 2 സ്റ്റെപ്സ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഓപ്പണിങ്ങിൽ. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇത് ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെയാണ് വെക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഇനി നമുക്ക് കൈ രണ്ടും കൂട്ടി യോജിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ സൈഡും കൂട്ടി യോജിപ്പിക്കാം നമ്മുടെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട്. കൈ രണ്ടും വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ സൈഡും മെഷർമെൻ്റ് അനുസരിച്ചിട്ട് കൂട്ടി യോജിപ്പിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് താഴെയുള്ള ഫ്രിൽ പാർട്ട് വെക്കലാണ്. അത് ഞാൻ നേരത്തെ വെട്ടി വെച്ചിട്ടുള്ള ഈ പീസ് 3ഉം ഞാൻ യോജിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇതിലാണ് നമുക്ക് ഫ്രില്ല് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പ്ലേറ്റ്സ് ഇടുമ്പോൾ അതിന് മെഷർമെൻ്റ് ആവശ്യമില്ല. ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കൈ കൊണ്ട്. എന്നിട്ട് ഇതിൻ്റെ അതേ മെഷർമെൻറ്റിൽ നമ്മൾ ആക്കിയെടുക്കുകയാണ് ചെയ്യണത്, താഴെയുള്ള ഈ മെഷർമെൻറ്റിൽ. പിന്നെ അത് മാത്രമല്ല കൈൻ്റെ മുകളിലും ഇതുപോലെ ചെറിയ പ്ലേറ്റ്സ് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കൈ കൂട്ടി യോജിപ്പിച്ചിട്ടില്ല, ഈ ഭാഗം മാത്രം മടക്കി തയ്ച്ചിട്ടുമില്ല. ഇതുപോലെ ചെറിയ ഫ്രിൽസ് താഴെ വെക്കുന്നുണ്ട്. ഇത് 3.5 ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ല് ഇങ്ങനെ വെച്ചിട്ട് കൈയുടെ മുകളിൽ നമുക്ക് വെക്കാം. പ്ലിറ്റ്സ് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫ്രണ്ടിൽ ഇത് ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ കൂട്ടി യോജിപ്പിക്കരുത്. ഇവിടെ നിന്ന് മുതൽ ഇത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക ഫുള്ളായിട്ട് ഇതുവരെ. അതുപോലെ തന്നെ സ്ലീവിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഫ്രില്ല് ഞാനിവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ലേസും കൂടി വെച്ചിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ വെക്കുക. പിന്നെ അതാ കൈയും ഇതുപോലെ തന്നെ ഞാൻ ഫിക്സ് ചെയ്തു. അവിടെ ലേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ളത് ബട്ടൺ പിടിപ്പിക്കുകയാണ്. ഇതുപോലത്തെ ചെറിയ ബട്ടൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിപ്പിക്കുക. ഇതിനുള്ളിൽ ഹുക്ക് വെക്കുകയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ചെറിയൊരു ഓപ്പണിങ് ഇവിടെ താഴെ കൊടുക്കുക. ഇതുവരെ ബട്ടൺ വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് ഇത് ചെയ്യാൻ. ഇപ്പോൾ ട്രെൻഡിങ്ങിലും കൂടിയാണ് ഇങ്ങനത്തെ പ്ലീറ്റഡ് ഡ്രസ്സ്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ലൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.